മുട്ടയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണിത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടെല്ലാം ഇത് കഴിക്കാൻ പറ്റും. ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും. വളരെ എളുപ്പം നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഒരു പാൻ വെച്ച് പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങളടുത്ത് ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ 250 ഗ്രാം ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഉരുളക്കിഴങ്ങ് എണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ ഇതിലേക്ക് വീണ്ടും ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഈ ഒരു ഉപ്പും കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു ഉരുളക്കിഴങ്ങ് ഒരു 1/4 ഭാഗം വെന്ത് വരുന്നത് വരെ നമ്മൾ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അടച്ച് വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഈ ഒരു ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉരുളക്കിഴങ്ങിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്കും ഈ ഒരു മുട്ടയിലേക്കും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങിന് മുട്ടയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടി പോകരുത്. ഇനി ഒരു കുരുമുളക് പൊടിയും ഉപ്പും നന്നായിട്ട് ഒരു മുട്ടയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് 1/4 ഭാഗം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാകും. എണ്ണയിൽ ചെറുതായി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടാകും. അപ്പം ഈ ഒരു ഉരുളക്കിഴങ്ങ് നമുക്ക് ചൂടോടുകൂടി തന്നെ നമ്മൾ അടിച്ച് വെച്ച മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഉരുളക്കിഴങ്ങ് മുട്ടയിലിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു പാന് ചെറിയ തീയിൽ ഇവിടെ തന്നെ വെക്കണം. പാൻ ഒന്ന് ചൂടാക്കി എടുക്കണം. ഈ ഒരു ഉരുളക്കിഴങ്ങും മുട്ടയൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് വരെ പാൻ ചെറിയ ചൂടിൽ വെക്കാം. അപ്പോൾ നമുക്ക് ചൂടോട് കൂടി തന്നെ ഈ ഒരു ഉരുളക്കിഴങ്ങ് മുട്ടയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു വിസ്ക് വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുക. കാരണം ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് വെന്ത് വരാത്തത് കൊണ്ട് പൊടിഞ്ഞു പോകുമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങും മുട്ടയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പാൻ നല്ല ചൂടിൽ തന്നെയാണുള്ളത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മിക്സ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ലെവൽ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിത് തിരിച്ചിടുന്ന സമയത്ത് പൊട്ടിപ്പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് വഴറ്റുന്ന സമയത്ത് സവാള വേണമെങ്കിൽ സവാള ചേർത്ത് കൊടുക്കുക. അതുപോലെ തക്കാളി വേണമെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കുക. പക്ഷെ അതൊന്നും ചേർക്കാതെ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. കുട്ടികൾക്കെല്ലാം കൊടുക്കുന്ന സമയത്ത് ഈ ഉരുളക്കിഴങ്ങ് മുട്ടയും മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ മുട്ടയും ഉരുളക്കിഴങ്ങും ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മല്ലിയില ചേർത്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. തീ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും മുട്ടയും നന്നായിട്ട് വെന്ത് വന്ന് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിനെ തിരിച്ചിടാം. അപ്പം ഇങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കളർ മാറി വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ തിരിച്ചിട്ട് ഇതിൻ്റെ ഒരു മുകൾ ഭാഗം ഒന്ന് കളർ മാറി വരും. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും. ഇതിലേക്ക് കുറച്ചൊരു കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.